അധ്യായമാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 9 അധ്യായം നാം നോക്കിയിട്ടില്ല. എങ്ങനെ വെച്ചാൽ 10 കഴിഞ്ഞതിന് ശേഷം വീണ്ടും 9ലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ 10 അധ്യായം 8 അധ്യായത്തിന് തുടർച്ച എന്ന പോലെ ആയതുകൊണ്ടാണ് നാം 8ൽ നിന്ന് 10ലേക്ക് വരുവാനായിട്ടിടയായിത്തീരുന്നത്. രണ്ട് ഭാഗത്തും വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിലും വിഗ്രഹാർപ്പണങ്ങളോടുള്ള ബന്ധത്തിലുമുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവഹിത പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ, ദൈവാത്മാവിലുള്ള നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നാം 10 അധ്യായത്തിലേക്ക് പെട്ടെന്ന് വരുവാനായിട്ടിടയായിട്ട് തീർന്നത്. 10 അധ്യായത്തിന്റെ 14 വാക്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുവാനായിട്ടായിട്ട് തീർന്നു. അപ്പം കൂടെ പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് നാം ഇച്ചിരപ്പെടുന്ന സമയം കൊണ്ട് പ്രയോജനം വരികയില്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ഞാനും ഈ ഭാഗം ഒരു പഠനമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. ഈ ഭാഗത്ത് ഈ ലേഖനത്തിൽ നിന്നുള്ളതായിരിക്കും ചില വിഷയങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തയിലേക്ക് വന്നുവെങ്കിലും 1 കൊരിന്ത്യർ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത് 18 ധ്യാനയോഗത്തോടുള്ള ബന്ധത്തിലും അതിനുശേഷം പിന്നീട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 13 അധ്യായം വരെയാണ് 18 ധ്യാനയോഗത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഈ മാസം നടന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴാണ് ഈ ലേഖനം ഞാനും ഒരു പഠനമായിട്ട് എടുക്കുവാനായിട്ട് ഇടവന്നത്. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് വേണം പഠിക്കുവാനായിട്ട്. അത് വേറൊരിടത്ത് നമ്മൾ പറയുമ്പോഴും ആ നിലയിൽ പറഞ്ഞെങ്കിലേ ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അല്പം സമയം ഈ വിഷയങ്ങളുടെ കൂടുതൽ എടുക്കുന്നത്. ഈ അധ്യായം തന്നെ നാം ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നാം കാണുമ്പോൾ ഇസ്രായേലിന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നുപോയതായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് അവർ മറുതലിച്ചത്, ദൈവത്തോട് അവർ അവിശ്വസ്തത കാണിച്ചത് ഒക്കെ പറഞ്ഞിട്ട് ലേഖനത്തിൽ പറയുന്നത് 11ാമത്തെ വാക്യത്തിൽ നാം വരുമ്പോൾ അവരുടെ 6ാം വാക്യത്തിൽ വരുമ്പോൾ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. 6ാം വാക്യത്തിൽ നാം ഇത് കാണുന്നു, 11ാം വാക്യത്തിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. 6ാം വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, 11ാം വാക്യത്തിൽ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ലഭിക്കേണ്ടതിന് വേണ്ടി അവർക്ക് സംഭവിച്ചു എന്ന അർത്ഥത്തിലാണ്. അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ്. നമ്മുടെ മുൻപിൽ മുന്നറിയിപ്പായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെ, ഈ വാക്യങ്ങളെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ. അവരായിരുന്ന സാഹചര്യത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അവരുടെ നിലവിളി കേട്ട് ദൈവം അവരെ വിടുവിച്ചു. നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേട്ടു, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ഒക്കെ നിയമം ഞാൻ ഓർത്തു എന്നൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. അത്ഭുതകരമായിരിക്കുന്ന നിലയിൽ ഒരു വിടുതലാണ് ദൈവം അവർക്ക് നൽകിയത്. എന്നാൽ 10-ാം അധ്യായത്തിന്റെ ആ പ്രാരംഭ വാക്യങ്ങൾ നാം വായിക്കുന്നത് പോലെ അനേകം നന്മകൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചു, ദൈവത്തിന്റെ കരുതൽ അവർ അനുഭവിച്ചു. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും 5-ാം വാക്യത്തിൽ പറയുന്ന പോലെ എങ്കിലും അവരിൽ മിക്ക പേരും ദൈവം പ്രസാദിച്ചു. നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇസ്രായേലിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിനേക്കാൾ അധികമായിട്ട് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആത്മീയ നന്മകൾ, ഭൗമ്യമായിരിക്കുന്ന അനേക നന്മകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആത്മീയമായിരിക്കുന്ന അനവധിയായിരിക്കുന്ന നന്മകളാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാം വായിക്കുന്ന പോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ലഭിച്ച അനുഗ്രഹങ്ങളൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കുന്നില്ല എങ്കിൽ
നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ചത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരണമെന്നില്ല. ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് ദൃഷ്ടാന്തമായിട്ടിരിക്കുന്നു. 6-ാം വാക്യത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതില്ല. ഇസ്രായേൽ ജനം ദുർമോഹികളായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ ദുർമോഹം, ലഭിച്ചതിൽ തൃപ്തരാകുവാൻ അവർക്ക് സാധിച്ചില്ല. ദൈവം അവരെ കരുതിയ വിധങ്ങള്, മരുഭൂമിയിൽ ഒരു നിലയിലും ആഹാരവും വെള്ളവും ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് ആഹാരവും വെള്ളമൊക്കെ കൊടുത്തു. പക്ഷെ അതിലൊന്നും അവർ തൃപ്തരായില്ല. അവർ ദുർമോഹികളായിട്ട് തീർന്നു. ഈ അല്പമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്നൊക്കെ അവർ ദൈവത്തോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങള് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ആദരിക്കുവാനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. വേറൊരു കാര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അവർക്കൊരു നല്ല തുടക്കമുണ്ടായിരുന്നു അല്ലെ. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്കൊരു നല്ല തുടക്കമുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെയാണ് അവരവിടെ നിന്ന് പുറപ്പെടുന്നത്. പക്ഷെങ്കില് തുടക്കമേ നല്ലതായിരുന്നു. പിന്നെ തുടരുമ്പോൾ പരാജയങ്ങളുടെ പട്ടികയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറുകുറുക്കുന്നവരായിട്ട്, ദൈവത്തെ പരീക്ഷിക്കുന്നവരായിട്ട് അവർ തീർന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. എന്താ നാം മനസ്സിലാക്കേണ്ടത്? നമുക്കുള്ള നല്ല തുടക്കം നമ്മെ വിജയത്തിൽ എത്തിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഒരു ഓട്ടത്തിന്റെ നല്ല തുടക്കം കൊണ്ട് മാത്രം നമുക്ക് വിജയത്തിലെത്താനായിട്ട് സാധിക്കില്ല. കിരീടം ലഭിക്കുന്നത് ഓട്ടത്തിന്റെ അവസാനമാണ്. അത് നന്നായി പൂർത്തിയാക്കുമ്പോഴാണ് നാം കിരീടത്തിന് പൗലോസ് പറയുന്ന പോലെ, നല്ല ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി ആണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തുടക്കം നല്ലതായതുകൊണ്ട് കിരീടം ലഭിക്കണമെന്നില്ല, ഓട്ടത്തിൽ നാം വിജയിക്കണമെന്നില്ല. 12-ാമത്തെ അധ്യായത്തിലെ വാക്യം, ആകയാൽ നാമം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം ഉള്ളതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഓട്ടം സ്ഥിരതയോടെ ഓടിയില്ല എങ്കിൽ ഓട്ടത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇസ്രായേലിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. നമുക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, അനേക വർഷങ്ങളായ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ഓട്ടത്തിന്റെ വേഗതയും ഓട്ടത്തിന്റെ ക്രമവും അതിന്റെ നിഷ്ഠയും ഒക്കെ മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ആത്മീയ സന്തോഷം കൂടിയോ അതോ കുറഞ്ഞോ ചിന്തിക്കണം. എവിടെയാണ് നാം ആയിരിക്കുന്നത്? എന്തിലൊക്കെയോ തട്ടി, എന്തിലൊക്കെയോ തടസ്സങ്ങളെ നേരിടാൻ കഴിയാത്തവരായിട്ട്, ഓട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് ഓടുവാൻ നമുക്ക് സാധിക്കാത്തവരായിട്ട് നാം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുകയും എവിടെയാണ് പാടിച്ചു പറ്റിയത് മനസ്സിലാക്കുകയും നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ, ഒന്ന്, നമുക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കിരീടം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ഓട്ടം വിജയിക്കുവാൻ കാരണമാകുന്നില്ല. 2, ഓട്ടത്തിന്റെ തുടക്കം നല്ലതായതുകൊണ്ട് ഓട്ടം ശരിയാക്കണമെന്നില്ല, ഓട്ടത്തിൽ കിരീടം പ്രാപിക്കണമെന്നില്ല. മൂന്നാമതായിട്ട് ഒരു വസ്തുത കൂടെ അതിനോട് ചേർത്ത് ചിന്തിക്കാനായിട്ടുള്ളത്, ഈ ഓട്ടം ശരിയാകണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും നമുക്ക് വളരെ ആവശ്യമാണ്. ദൈവം അതിന് തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ നാം 13-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. നമ്മൾ അല്പവിശ്വസ്തത കാണിച്ചു നോക്ക്, ദൈവത്തിന്റെ വലിയ പ്രവർത്തനം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ നാം പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കാതെ ദൈവത്തെ വിജയിക്കുവാൻ ശ്രമിച്ചാൽ, എന്ന് പറഞ്ഞാൽ എന്നെ പിശാച് നേരിടുന്ന അവസരങ്ങളില്, പിശാചിന്റെ പരീക്ഷകളുമായിട്ട് എന്നെ നേരിടുന്ന അവസ്ഥയില് എന്റെ ദൈവം വിജയിക്കണം, എന്റെ വീണ്ടെടുപ്പുകാരൻ അവന്റെ തല ഉയർന്നിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യവും കൃപകളുടെയും വലിയ പ്രവാഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും.
ദൈവത്തിനെ അങ്ങനെ സഹായിക്കുവാനാണ്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷനായിട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. പരീക്ഷ അത് നമുക്ക് ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം സമ്മതിച്ചിട്ടാണ് പരീക്ഷ. നമ്മളങ്ങനെ ഇവിടെ വായിക്കുന്നത്. പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്മതത്തോടുകൂടെയാണ് ചില പരീക്ഷകൾ നമ്മുടെ മുൻപിൽ വരുന്നത്. എന്തിനാ ഈ പരീക്ഷ? കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ആർക്കും ഇഷ്ടമില്ല ഈ പരീക്ഷ. പക്ഷേ ഇത് വേണ്ടെന്ന് വെച്ചാൽ നാം എവിടെ ഇരിക്കും? 1ാം ക്ലാസ്സിലേ ഇരിക്കത്തുള്ളൂ. പരീക്ഷ വേണം, പക്ഷെ പരീക്ഷയിൽ പരാജയപ്പെടാതെ പരീക്ഷയിൽ ജയിക്കണം. ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്നു പോകാനായിട്ട് പറ്റുള്ളൂ. നാം എത്രത്തോളം പരീക്ഷകൾ ജയിക്കുമോ അത്രത്തോളം നമ്മുടെ ആത്മീയ നിലവാരം, ആത്മീയ പക്വതയും ഉയർന്നുകൊണ്ടേയിരിക്കും. പരീക്ഷിച്ച് നോക്കുക. നിങ്ങളോടാണ് പറയുന്നത്, പരീക്ഷിച്ച് നോക്കുക. നിങ്ങളെ പരാജയപ്പെടുത്തുവാനായിട്ട് പിശാച് വരുന്ന അവസരങ്ങളിൽ അല്ല, ഞാൻ ദൈവത്തിന്റെ കൂടെയാണ്, പിശാച് എന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല, എന്റെ ദൈവത്തെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടെ നിങ്ങളൊരു തീരുമാനമെടുത്ത് ദൈവത്തോട് കൂടെ നിന്നാൽ പരീക്ഷയിൽ വിജയിച്ച് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷ ദൈവം അനുവദിക്കും. പക്ഷെങ്കില് നാം വായിക്കുന്ന പോലെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ നിങ്ങളുടെ കപ്പാസിറ്റി ദൈവത്തിന് അറിയാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് 10ാം ക്ലാസ്സിലെ പരീക്ഷ ദൈവം ഇടുകയില്ല. നിങ്ങൾക്ക് കഴിയുന്ന പരീക്ഷയെ ദൈവം അനുവദിക്കുകയുള്ളൂ. ആ പരീക്ഷയിൽ വിജയിക്കുവാൻ ദൈവം ഇവിടെ പോക്കുവഴിയും സൈഡിലൊരു വഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. എത്ര പരീക്ഷകൾ മുമ്പ് വരുമ്പോൾ നാം ഒന്ന് നോർത്ത് നോക്കിയാൽ മതി. എനിക്ക് എവിടെയെങ്കിലും പോക്കുവഴിയുണ്ടോ? പരീക്ഷകളൊക്കെ നമ്മുടെ മുൻപിൽ വരും. പക്ഷെ പോക്കുവഴി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല ദൈവം വിശ്വസ്തനാണ്, ദൈവം കൂടെയുണ്ട്. ലേഖനത്തിലെ വാക്യം ഞാൻ ചിന്തിച്ചതാണ്. എങ്ങനെയാ വാക്യം? ലേഖനത്തിന്റെ വീഴാതെ വണ്ണം നമ്മെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ. കർത്താവിന്റെ മഹിമാസന്നിധിയിൽ നാം നിൽക്കേണ്ടുന്നവരാ. അന്ന് നാം എങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം. നാം അവിടെ ആനന്ദത്തോടെ നിൽക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് കഴിവുള്ള ഒരുവനാണ് നമ്മുടെ കർത്താവ്. പക്ഷെങ്കിൽ പരീക്ഷകളെ മുൻപിൽ വരുമ്പോൾ, പരീക്ഷകളെ നേരിടുമ്പോൾ പോക്കുവഴി നാം കണ്ടെത്തണം. ഈ ദൈവത്തിൽ നാം ആശ്രയിക്കണം. ദൈവം വിശ്വസ്തൻ. ദൈവത്തോട് കൂടെ പരീക്ഷകളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവസന്നിധിയിൽ, തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ. കർത്താവിനോട് കൂടെ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും, പരീക്ഷകളെ നേരിടേണ്ട എല്ലാ സാഹചര്യങ്ങളിലും മാനസികമായിട്ട് ദൈവത്തോട് അവിടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള. പിന്നെ എവിടെയൊക്കെയാണ് ഈ ലോകത്തിലെ ലേഖനം അവസാനത്തെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുകൂടെ അല്ല, വാഴ്ചകളോടും അധികാരത്തിനോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിന്റെ ദുഷ്ടാത്മസേനയോടും. നമുക്ക് പോരാട്ടം ഈ ഒരു വിഷാദത്തോട് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ മറ്റൊന്നിനോട് നമുക്ക് പോരാടാനായിട്ടില്ല. ആ പോരാട്ടം അതൊരു പോരാട്ടമായിട്ട് തന്നെ എടുക്കണം ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് മടങ്ങി വരാം എന്ന് പറയുന്നത് 10-ാം അധ്യായത്തിലേക്ക്. ഇതെല്ലാം പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ടുപോയി എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാണ് വിടാനായിട്ട്. കാരണം അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും അവർ ചിലവഴിച്ചത് വിഗ്രഹങ്ങളുടെ നടുവിലാണ്. വിഗ്രഹാരാധനയും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അനേക ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ ഉള്ളതായിരിക്കുന്ന പട്ടണത്തിൽ അവർ ജീവിച്ചിരുന്നു. ക്ഷേത്രങ്ങളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ഇടപെടുന്നവരായിരുന്നു നിരന്തരം. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ചിലതൊക്കെ പിന്നെയും വിട്ടുപോകാതെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളോട്, കൊരിന്ത്യ വിശ്വാസികളോട് ദൈവാത്മാവ് പറയുകയാണ്, അതുകൊണ്ട് പ്രിയരെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പോക്കുവഴിയുണ്ട്, ദൈവം വിശ്വസ്തനാണ്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിപ്പാൻ സാധിക്കും.
അതുകൊണ്ട് പ്രിയരെ, ആരാധന വിട്ടുകൊണ്ടുവരും. 15-ാമത്തെ വാക്യം, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം പ്രത്യേകം ശ്രദ്ധിക്കുക 14-ാം വാക്യത്തില്. അതുകൊണ്ട് പ്രിയരെ, പൗലോസിന്റെ സംബോധനകളൊക്കെ നാം ശ്രദ്ധിച്ചാൽ എത്ര ഹൃദ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഹോദരന്മാരെ എന്നുള്ള വിളിയെ കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കുകയുള്ളൂ. പൗലോസ് ഈ വിശ്വാസികളൊക്കെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് എപ്പോഴും അവരോട് സംസാരിക്കുന്നത്. കൊരിന്ത് സഭയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, അവരോട് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. കാരണം ഒരു തരത്തിലും പൗലോസിന് താതാത്മ്യം പ്രാപിക്കുവാൻ, പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഒരു കൂട്ടം വിശ്വാസികളായി കൊരിന്തിലുള്ളത്. അവരുടെ ദുർനടപ്പുണ്ട്, വിഗ്രഹാരാധന ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കില് അപ്പോഴും ചില സ്ഥാനങ്ങളിലൊക്കെ കഠിനമായിട്ട് താൻ അവരെ ശാസിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഹൃദയത്തിന്റെ സ്നേഹമുണ്ടല്ലോ, ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന വിശ്വാസങ്ങളോടുള്ള സ്നേഹം, കൊരിന്ത്യ വിശ്വാസങ്ങളോടുള്ള കരുതൽ. നാം നേരത്തെ വായിച്ചത് ഒരു അപ്പൻ മക്കളെ കരുതുന്ന പോലെയാണ് താൻ അവരെ കരുതുന്നത്. അപ്പൊ ഈ ശാസനയും ഈ തന്റെ ഈ വഴക്കുപുറത്തിലും ഒക്കെ ഉള്ളപ്പോഴും തന്റെ ഹൃദയത്തിൽ താൻ അവരെ സ്നേഹത്തിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും നേടണം, ഇതായിരുന്നു പൗലോസ് ഉദ്ദേശം. അല്ലാതെ അവരുടെ മധ്യത്തിൽ ആളാകാനോ ഇതൊന്നും പൗലോസ് ശ്രമിക്കുന്നില്ല. പൗലോസിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർ എങ്ങനെയെങ്കിലും വിശ്വാസ ജീവിതത്തിൽ മുന്നേറണം, ആത്മീയ ജീവിതത്തിൽ അവർ പുഷ്ടി പ്രാപിക്കണം. ഇത് മാത്രമായിരുന്നു പൗലോസിന്റെ ചിന്ത എന്നുള്ളത് ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. 15-ാമത്തെ വാക്യം, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു വിവേചിപ്പിൻ. ഇവരെ സംബന്ധിച്ചോളം ഇവര് അറിവുള്ളവരാണ്, വിവേകികളാണ്, ബുദ്ധിയുള്ളവരാണ്. നിങ്ങളുടെ വിവേകം ദൈവത്തിന്റെ വചനം വിവേചിക്കുവാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും വിവേകവും ഒക്കെ ദൈവിക കാര്യങ്ങൾ അപഗ്രഥിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ വിവേകികളെന്ന് ഞാൻ പറയുന്നത് വിവേചിപ്പിക്കും. 16-17 വാക്കുകൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആ ഭാഗം നാം മുൻപോട്ട് വരുമ്പോൾ അതിന്റെ 19-20 വാക്കുകൾ നമുക്ക് വായിക്കാം. പുറകുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയ്ക്ക് 19-20 വാക്യങ്ങൾ. വിഗ്രഹാർപ്പണം വല്ലതും ആകുന്നുവെന്നോ, വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നുവെന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. ഇവിടെ ഈ ഗ്രഹത്തെ കുറിച്ച്, ഗ്രഹാർത്ഥങ്ങളെ കുറിച്ച് പിന്നെയും പൗലോസ് അവരോട് പറയുക. 8-ാം അധ്യായം നാം വായിച്ചപ്പോൾ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ വിഗ്രഹാർപ്പണങ്ങളെ തിന്നുന്നതിനെ കുറിച്ചും ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു എന്ന് പറഞ്ഞാൽ, വിഗ്രഹം എന്ന് പറയുന്നത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വീണ്ടും പൗലോസ് പറയുകയാണ്, വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ അല്ല, വിഗ്രഹാർപ്പണം വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ അല്ല, പിന്നെന്താ, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ ഇങ്ങനെ ആയിരിക്കും. വിഗ്രഹത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല, വിഗ്രഹാർപ്പണം കഴിക്കുന്നതിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പൗലോസ് അല്ലെങ്കിൽ ദൈവാത്മാവ് ഈ വിഗ്രഹത്തെയും ഒക്കെ എതിർക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ ജാതികൾ ബലി കഴിക്കുന്നു. ഈ കൊരിന്ത്യ വിശ്വാസികള്, ഞാൻ പറഞ്ഞല്ലോ, അവര് ഈ കൊരിന്ത്യ പട്ടണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പട്ടണമാണ്. അപ്പൊ ആ പട്ടണത്തിൽ അനേക ക്ഷേത്രങ്ങളുണ്ട്, അനേക ദേവിമാരും ദേവന്മാരും ഒക്കെ ഉണ്ട്. വിഗ്രഹാരാധന അവിടുത്തെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഈ അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളുണ്ട്, യാഗങ്ങളുണ്ട്, ബലിയുണ്ട്. യാഗമാണ് ബലിയുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇവർ പോയിക്കൊണ്ടിരുന്നവരാ. നേരത്തെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ഇപ്പോഴും ചിലരൊക്കെ ഇടയ്ക്കിടെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഈ ഉത്സവങ്ങൾക്ക് പോകും. അവിടെ യാഗമുണ്ടാകും അല്ലെങ്കിൽ ബലിയുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അല്ല ജാതികൾ ബലി കഴിക്കുന്നത്. അപ്പൊ അവിടെ ബലിയുണ്ട്, യാഗമുണ്ട്. മാത്രമല്ല ആ യാഗത്തിൽ അവര് പങ്കാളികളല്ല. യാഗത്തിലൊന്നും ചെയ്യത്തില്ലായിരിക്കും, പക്ഷേ ഇതിനൊക്കെ കാഴ്ചക്കാരായിട്ടോ ഏതെങ്കിലും തരത്തിൽ അതൊക്കെ അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണ്.
മാത്രമല്ല ഈ യാഗം കഴിഞ്ഞിട്ട് യാഗമൃഗത്തിന് അതിന് ഭക്ഷിക്കുവാൻ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുമ്പോൾ എനിക്ക് മനസ്സില്ല. അതിന്റെ 21-ാമത്തെ വാക്യത്തില്, നിങ്ങൾ കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കുവാൻ പാടില്ല. നിങ്ങൾ കർത്താവിന്റെ മേശയിൽ ഭൂതങ്ങളുടെ മേശയിൽ അംശങ്ങളാകുവാൻ പാടില്ല. അപ്പോൾ അവിടെ ഈ ഭൂതങ്ങൾക്കുള്ള, ഭൂതങ്ങൾ എന്നുള്ള വാക്ക് ഡെവിൾ എന്നാണ് ഇന്ത്യൻ വേർഷൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ പിശാചെന്ന് അർത്ഥം. ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡിമൺ. ഭൂതം എന്നുള്ള വാക്ക് തന്നെ ഗ്രീക്കില്ല. ഞാനത് ഗ്രീക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഗ്രീക്കിൽ എന്താ എന്നുള്ള പരിശോധിച്ച് നോക്കിപ്പോഴാണ് അവിടെ ഭൂതം എന്നുള്ള വാക്ക് തന്നെ ഒറിജിനൽ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും അതാണ് ഉദ്ദേശിക്കുന്നത് പിശാചിനുള്ള കാര്യമാണ്. അപ്പോൾ പിശാചിനുള്ള ബലി കഴിക്കുന്ന ഭൂതത്തിനുള്ള ബലി അവിടെ ഉണ്ട്. മാത്രമല്ല ഭൂതത്തിന്റെ മേശയുണ്ട് അവിടെ, അല്ലെ? ഭൂതങ്ങളുടെ മേശ 21-ാമത്തെ വാക്യത്തില്. അതുപോലെ ബലി കഴിഞ്ഞിട്ട് ഈ യാഗത്തിനുള്ളതായിരിക്കുന്ന മാംസം അത് ഇവർക്ക് ഭക്ഷിക്കുവാൻ സാധിക്കും. അതാണ് ഭൂതങ്ങളുടെ മേശ. അപ്പൊ ഭൂതങ്ങൾക്കുള്ള ബലിയുണ്ട്, ഭൂതങ്ങൾക്ക് അതിനുശേഷം ഭൂതങ്ങളുടെ മേശയുണ്ട്. നാം ഈ ഭൂതങ്ങളുള്ള ആരാധനയെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആവർത്തനം 32-17 എടുത്ത വായിച്ചത്. ആവർത്തനം 32-17. അവർ ഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവർ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ. ഈ ഭാഗത്ത് നാം കാണുമ്പോൾ സേവനത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അവർ ദുർഭൂതങ്ങൾക്ക്, അവരെ കുറിച്ച് വീണ്ടും പറയുന്നത്, ദുർഭൂതങ്ങൾ ആരാ? അവർ ദൈവമല്ലാത്തവരാണ്, തങ്ങൾ അറിയാത്ത ദേവന്മാരാണ്. സേവനമാണ് കേട്ടോ. അവർ അന്ന് ചെയ്ത കാര്യങ്ങൾ നാം ഗുരുലേഖനം 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം കാണുകയുണ്ടായി. അവിടെ 7 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ അവരെന്താ ചെയ്തെന്നുള്ളതൊക്കെ നാം കാണുന്നുണ്ട്. അതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇസ്രായേൽ ദുർഭൂതങ്ങൾക്ക് ബലി കഴിച്ചു, ദൈവമല്ലാത്തവയ്ക്ക്. അവരൊന്നും ദൈവമല്ലായിരുന്നു. തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. നമുക്ക് അറിയുന്നൊരു ദൈവമുണ്ട്, പക്ഷേ അപ്പോഴും ഒരു പോകുന്ന ഇങ്ങോട്ടാ. ഇതെല്ലാം മനുഷ്യന്റെ ഒരു സ്വാഭാവിക പ്രവണതയാണ്. നല്ലത് മുൻപിൽ ഉള്ളപ്പോഴും ദുഷ്ടതയിലേക്ക് പോകാനായിട്ടുള്ള ഒരു വ്യഗ്രത, അത് പിശാച് നാം വായിക്കുന്നുണ്ടല്ലോ. പിശാചിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അധർമ്മത്തിന്റെ മതം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്നാണ്. ഈ ഭൂമിയിൽ ഇതുണ്ട്, പിശാചിന്റെ ശക്തിയുണ്ട്. നല്ലത് ദൈവം കരുതിയിട്ടുള്ളപ്പോഴും, നല്ലൊരു ദൈവം, ജീവനുള്ള ദൈവം മുൻപിൽ ഉള്ളപ്പോഴും അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിക്കാനായിട്ടാണ് മനുഷ്യന്റെ താല്പര്യം. സേവനം എങ്ങനെയാണ് ചെയ്തത്? അവർ ദുർഭൂതങ്ങൾക്ക്, ദൈവമല്ലാത്തവർക്ക്, തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്ര. നൂതനമായി ഉത്ഭവിച്ച എന്ന് പറയാൻ എന്താ? കാലക്രമത്തിൽ എവിടെ നിന്നൊക്കെ പൊങ്ങി വന്ന ദേവന്മാരായിട്ട് അവരെയൊക്കെയാണ് ആരാധിച്ചതായിട്ട് നാം വായിക്കുന്നത്. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിരുന്നത്, അവരുടെ പിതാക്കന്മാർ ഒരിക്കലും അവയെ ആരാധിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്ര. നവീന മൂർത്തികൾ ഇന്നും ദേവന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാം ജീവിക്കുന്ന ഈ ലോകത്തും ഇന്നും ദേവന്മാരും ദേവികളും ഒക്കെ മനുഷ്യനെ ആരാധിക്കുന്നു. പുതിയ ദൈവങ്ങൾ ഉണ്ടായി വരുന്നു, നവീന മൂർത്തികൾ. നമ്മുടെ ദൈവമോ ഈ ആവർത്തന പുസ്തകം തന്നെ ഉണ്ട്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? പുരാതനനായ ദൈവം നിന്റെ സങ്കേതം. മോശ പറയുന്ന വാക്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് നൂതനമായിരിക്കുന്ന അല്ലെങ്കിൽ നവീനമായിരിക്കുന്ന മൂർത്തികളുടെ ആവശ്യമില്ല. പുരാതനമായ ഒരു ദൈവമുണ്ട്. ആദിയും അന്തവുമില്ലാത്തതായിരിക്കുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം ഉള്ളപ്പോഴാണ് ഈ സേവനം ഇങ്ങനെ പോയതായിട്ട് കാണാൻ സാധിക്കും. പുരാതനനായ ദൈവത്തിന്റെ സങ്കേതം ഈടേശാംശത്തിനുണ്ട്. ആവർത്തനം 33-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. സങ്കീർത്തന പുസ്തകത്തിൽ ഇതുപോലെയുള്ള ഒരു പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 106-ാം സങ്കീർത്തനത്തില് പലയിടത്തും ഉണ്ടാകും കേട്ടോ. എന്റെ ശ്രദ്ധയിലേക്ക് വന്ന 1-2 വാക്യങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 106-ാം സങ്കീർത്തനത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ 106-ന്റെ 35 മുതൽ സേവന്റെ കാര്യം തന്നെ അവിടെയും പറയുന്നു. 106-ാം സങ്കീർത്തനം 35 മുതലുള്ള വാക്യങ്ങൾ.
ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു. അവ അവർക്കൊരു കെണിയായി തീർന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ദുർഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. നോക്കുക, അവർ കുറ്റമില്ലാത്ത രക്തം, പുത്രിപുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു. അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു. എത്രയോ ഹീനമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം പോയി എന്നുള്ളത് ഇതിലൂടെ മുകളിൽ പറഞ്ഞ പോലെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അല്പമായിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊന്നുമല്ല ഇതൊന്നും സംഭവിച്ചത്. എന്നാൽ ക്രമേണ അവർ ഈ ഇസ്രായേൽ ജനം ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് ഭൂതങ്ങൾക്ക് ബലി കഴിക്കുവാനായിട്ട് പോയപ്പോൾ തങ്ങളുടെ പുത്രീപുത്രന്മാരെയും കൂടെ അതിന് ബലി കഴിക്കത്തക്ക നിലയിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരണമെങ്കിൽ അത് എത്ര എളുപ്പമായിട്ട് അവർക്കൊക്കെ അതൊക്കെ സാധിച്ചത് എന്നുള്ളത് ഇവിടെ നാം വായിക്കുമ്പോൾ ഈ കൊരിന്ത്യ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവർ ജാതികൾ ബലി കഴിക്കുന്ന ഭൂതങ്ങളുടെ അടുത്തേക്ക് പോയി. മാത്രമല്ല ഭൂതങ്ങളുടെ മേശയിൽ അവർ പങ്കാളികളായിട്ട് തീർന്നു എന്നുള്ളത് ആ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചോളം വിഗ്രഹാരാധനയിൽ നിന്ന് ദൈവം അവരെ കൊണ്ടുവന്നവരാണ്. പക്ഷെങ്കിൽ ഇവിടെ സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ അവർ അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല അതിന്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യം, അതിന്റെ 21 നോക്കാം. അതുപോലെ 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് ഇങ്ങനെ അവർ ചെയ്തത് മുഖാന്തരമായിട്ട്, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ബലിയിലും ഭൂതങ്ങളുടെ മേശയിലും അവർ നാം വായിക്കുന്നത് നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളായിട്ട് തീർന്നു എന്നാണ് നാം വായിക്കുന്നത്, അല്ലെ? 20-ാമത്തെ വാക്യത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അല്പം മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. എനിക്കെങ്ങനെയായിരുന്നു 20-ാമത്തെ വാക്യത്തില് ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനുള്ള ഭൂതങ്ങൾക്ക് കഴിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുമ്പോൾ ഇവർ എന്തായിത്തീരുന്നത്? ഭൂതങ്ങളുടെ കൂട്ടാളികളായിട്ട് തീരുകയാണ്. ഭൂതങ്ങളുടെ കൂട്ടാളികളായിട്ട് തീരുകയാണ്. മാത്രമല്ല ഭൂതങ്ങളുടെ മേശയിൽ അംശികളായിട്ട് തീരുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ ഭൂതങ്ങളുടെ മേശയിലും അംശികളായിട്ട് തീരുകയാണ്. ഇവരെ കുറിച്ച് അതല്ല ഉദ്ദേശിച്ചിരുന്നത്, അല്ലെ? ദൈവം ഉദ്ദേശിച്ചതല്ല. അവര് ഈ വിഗ്രഹാരാധനയിൽ നിന്നാണ് ദൈവം അവരെ വേർതിരിച്ചത്. വിഗ്രഹാരാധനയിൽ നിന്നാണ് സഭാജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. ദൈവസഭയുടെ പ്രമാണങ്ങളെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. പക്ഷെങ്കില് ഇവര് ആ വിട്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളത് കാണാൻ സാധിക്കും. എബ്രായലേഖനത്തിലെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തില് അതിന്റെ 15-ാമത്തെ വാക്യത്തില്, എബ്രായർ 11-15 അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവർ അധികം നല്ലതിനെ സ്വർഗീയമാതിനെ തന്നെ കാണിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുണ്ട്. വിശ്വാസവീരന്മാരുടെ പട്ടികയൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുക, അവർ വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങിപ്പോയില്ല. കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചോളം നാം അതിന്റെ കുറ്റം പറയാനായിട്ട് ഒട്ടും സാധിക്കുകയില്ല. നാമോ വിട്ടുപോയ എത്രയോ കാര്യങ്ങളിലേക്ക് നാമം മടങ്ങിപ്പോയിട്ടുണ്ട്. കൊരിന്ത്യ വിശ്വാസികൾ വിഗ്രഹാരാധന വിട്ടുപോയവരാണ്, വിട്ടു വന്നവരാണ്. പക്ഷെങ്കില് വീണ്ടും അതിൽ തന്നെ തുടരുന്നതായിട്ടാണ് പല കാര്യങ്ങൾ പലപ്പോഴും അതിൽ തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക വാക്ക് ഈ സമയത്തിന്റെ ഓർമ്മയിലേക്ക് വന്നു. തെസ്സലോനിക്ക വിശ്വാസികൾ പറഞ്ഞതുപോലെ ആകട്ടെ, അവിടെയും തെസ്സലോനിക്കയിലും വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് വേർപെട്ട വിശ്വാസികളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 1-10-ാമത്തെ വാക്യത്തില് ആ 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നതും മാസിഡോണിയയിലും മക്കദോനിയയിലും അക്കായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല. പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതുന്നത്. എന്നിട്ട് 9-ാം വാക്യത്തില് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഉയർപ്പിച്ച് തന്റെ പുത്രനെ വരുവാനുള്ള പൗത്രനെ വിടുവിക്കുന്നതുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും, പിന്നീട് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയും. മക്കദോന്യയിലും അഖായയിലുള്ള വിശ്വാസികളുടെ മധ്യത്തില് ഇവർ വിഗ്രഹങ്ങളെ വിട്ട് മടങ്ങി വന്നതൊരു വാർത്തയാണ്.
നാം ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോയാൽ ദൈവനാമത്തിന് അപമാനമായിട്ട് തീരും. ലോകം നമ്മെ കാണുമ്പോൾ, മറ്റുള്ള വിശ്വാസികൾ നമ്മെ കാണുമ്പോൾ നാം ചിലതൊക്കെ വിട്ടുപോന്നിരുന്നു അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശ്രോനിക്ക് വിശ്വാസികളെ കുറിച്ച് നമുക്ക് അങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പോയതിലേക്ക് അവർ വിഗ്രഹാരാധികളായിരുന്നു, പക്ഷെങ്കിൽ അതിലേക്ക് അവർ വിട്ടുപോയില്ല. അത് നമുക്ക് ശ്രോനിക്ക് ലേഖനം നാം അത് കാണുകയുണ്ടായി. വിട്ടുപോയതിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരിക്കലും നമുക്കിടയായി. മാത്രമല്ല ഇവരുടെ ഈ ജീവിതം നാം നോക്കിയാൽ ഒരു വശത്ത് അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, കൃപാവരങ്ങളുള്ളവരാണ്, പരിജ്ഞാനത്തിൽ സമ്പന്നത. നാം ആദ്യത്തെ വാക്യം, ഒന്നാമത്തെ വാക്യം നാം എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്. അവരുടെ ആത്മീയമായിരിക്കുന്ന ഒരു വശം നാം നോക്കുമ്പോൾ അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാണ്, കൃപാവരങ്ങളിലൊന്നും കുറവില്ലാത്തവരാണ്. പക്ഷെ അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് ഈ പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവർ രണ്ട് തോണിയിൽ ആലോചിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് വിശ്വാസ ജീവിതം അവരുണ്ട്, പക്ഷെ മറുഭാഗത്ത് അവർ വിഗ്രഹാരാധനയും വിഗ്രഹാത്മകം ഭക്ഷിക്കുന്നതും ഒക്കെ അത് പൂർണ്ണമായിട്ടും വിടുവാൻ തക്കവണ്ണം സാധിക്കാത്തതായിരിക്കുന്ന അനുഭവം അത് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നാം എവിടെയായിരിക്കുന്നു? നാം ഇവരെയൊക്കെ കുറ്റം പറയുമ്പോൾ, അപ്പോഴും ഈ യൂദായെ കുറ്റം പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂദയെ കുറ്റം പറയാൻ സാധിക്കും? നമുക്ക് എങ്ങനെ പത്രോസിനെ കുറ്റം പറയാനായിട്ട് സാധിക്കും? കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനെ നമുക്ക് എങ്ങനെ കുറ്റം പറയാനായിട്ട് സാധിക്കും? നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ജീവിതങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട്, ഒന്നും വേണ്ട, കഴിഞ്ഞ ഒരാഴ്ചയിലെ ജീവിതം നോക്കിയാൽ മതി. എവിടെയൊക്കെ നാം കർത്താവിനെ കുറ്റിക്കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ നാം തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കൊരിന്ത്യർ വിശ്വാസികളെ കുറിച്ച് ഒരുപക്ഷെങ്കിൽ അവരുടെ വിഗ്രഹാരാധനയും നാം തുടർന്നില്ലായിരിക്കാം. വിഗ്രഹാരാധനയൊക്കെ നമുക്ക് എന്നും ഉറപ്പായിരുന്നല്ലോ. നാം അങ്ങനെയുള്ള സാഹചര്യമൊന്നും അല്ല നമ്മളാരും രക്ഷിക്കപ്പെട്ടു വന്നത്. പക്ഷെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ചിലത് പിന്നെയും നമ്മെ പിന്തുടരുന്നതായിട്ടില്ലേ? കൊരിന്ത്യരെ സംബന്ധിച്ച് വിഗ്രഹാരാധനയും വിഗ്രഹാർപ്പതവും ഒക്കെ. പക്ഷെ നമുക്ക് അതുപോലെ ചിലതൊക്കെ നമ്മുടെ പ്രയത്നം വായിക്കുന്ന പോലെ മുറുകെ പറ്റുന്ന ആരങ്ങളും ആപവും ഒക്കെ ചിലതൊക്കെ നമ്മെ പറ്റിപ്പിടിച്ചിരിക്കുക. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നുവെങ്കിലും വിട്ടുപിരിയാതെ ചില കാര്യങ്ങളിലൊക്കെ നാം ഈ കൊരിന്ത്യർ വിശ്വാസികളെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം വിടാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കും. പിശാച് എപ്പോഴും നമ്മളെ ഉപയോഗിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെയുള്ള പാപങ്ങള്, അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം. കൊരിന്ത്യർ വിശ്വാസത്തിൽ ആരാധനയും വിഗ്രഹാർപ്പിതവുമായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തില് നമുക്ക് എന്തൊക്കെയാണ് ഇതുപോലെ നമ്മളെ പിന്തുടരുന്നതായിട്ടുള്ളത് നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിട്ടുപോകുന്നതിലേക്ക് നാം മടങ്ങിപ്പോയിട്ടുണ്ടോ നാം ചിന്തിച്ച് നോക്കുക. എന്നിട്ടിവിടെ പറയുകയാണ്, നിങ്ങൾക്ക് കർത്താവിന്റെ, ഇത് പറഞ്ഞിട്ടാണ് ഇത് എന്തിനു വേണ്ട പറഞ്ഞത്? ഇവർ ജാതികൾക്ക് ബലി കഴിക്കുന്നു, അല്ലെങ്കിൽ ജാതികൾക്ക് ബലി കഴിക്കുമ്പോൾ അവരുടെ ബലിയിൽ ഭൂതങ്ങൾക്ക് കൂട്ടാളികളായിട്ട് അവർ തീരുകയും. മനസ്സിലായല്ലോ? ജാതികൾക്ക് ബലി കഴിക്കുമ്പോൾ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുകയും അതിൽ പങ്കാളികളായിട്ട് തീരുകയും ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന പോലെ ഭൂതങ്ങൾക്ക് കൂട്ടാളികളായിട്ട് അല്ലെങ്കിൽ പിശാചിന് കൂട്ടാളികളായിട്ട് തീരുകയും ഭൂതങ്ങളുടെ മേശയിലാണ് പങ്കെടുക്കുന്നത്. എന്നിട്ട് അത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നാം വായിക്കുന്ന പോലെ നിങ്ങൾക്ക് 24ാമത്തെ വാക്യത്തില് നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഇതിലേതെങ്കിലും ഒന്നേ അതാ പൗലോസ് പറയുന്നത്. ഇവിടെ പറയുമ്പോൾ 24ാമത്തെ വാക്യത്തില് നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളെ വിടുവാൻ എനിക്ക് മനസ്സില്ല. 24ാമത്തെ വാക്യം നാം വായിക്കുന്ന പോലെ കർത്താവിന്റെ പാനപാത്രം ഒരു വശത്ത്, അതേസമയം തന്നെ ഭൂതങ്ങളുടെ പാനപാത്രവും ഒപ്പിക്കുന്നവരായിരുന്നു. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയും ഭൂതങ്ങളുടെ മേശയും ഇത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 22ാമത്തെ വാക്യം, അല്ല നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നവരോ
അവനേക്കാൾ നാം ബലവാൻ. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? കർത്താവിന്റെ ക്രോധം ജ്വലിപ്പിക്കുന്നവരായിട്ട് നാം ഒരിക്കലും കർത്താവിന് അതല്ല പ്രതീക്ഷിക്കേണ്ടത്. കർത്താവിന്റെ ക്രോധം അത് നമ്മുടെ നേർക്ക്, കർത്താവിന്റെ കോപം നമ്മുടെ നേർക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. നിത്യമായിരിക്കുന്ന ക്രോധത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ വിടുവിച്ചത്. പക്ഷേ ഇവിടെ നാം വായിക്കുന്നു, അല്ല എന്നാൽ കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ അവനേക്കാൾ നാം ബലവാന്മാരോ. ഇതൊക്കെ ചെയ്യുമ്പോൾ കൊരിന്ത്യൻ വിശ്വാസികള് ദൈവത്തെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അവനേക്കാൾ നാം ബലവാന്മാരോ എന്ന് പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ അവനേക്കാൾ വലിയവരായോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. അല്ല നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ അവനേക്കാൾ നാം ബലവാന്മാരോ. 15-16 വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 15-16 വാക്യം നാം ചിന്തിക്കാത്ത ഭാഗമാണ്. ഇത്രയും 16-17 വാക്യങ്ങൾ. 16-17 നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലേ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലേ. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകും. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഈ കാര്യം പറയുമ്പോൾ എന്റെ വാസ്തവത്തിൽ ഈ 16-17 വാക്യങ്ങളുടെ വിശദീകരണം നാം വരുന്നുണ്ട്. 11-ാം അധ്യായത്തില് വളരെ അധികമായിട്ട് നാം ആ കാര്യങ്ങൾ ദൈവം വെച്ചാൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അധികം സമയമെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് പറഞ്ഞാൽ നാം ഓർക്കണം, നാം നന്ദി പറയുന്ന ബ്ലെസ്സിങ്. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് വിച്ച് വി ബ്ലസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ശരിയായ ഭാഷാന്തരം എന്ന് പറയുന്നത് നാം നന്ദി പറയുന്ന the cup which we give thanks, അതാണ് അതിന് ശരിയായുള്ള അർത്ഥം എന്ന് പറയുന്നത്. നാം നന്ദി പറയുന്ന പാനപാത്രം അത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ആ ഭാഗം വിശദമായിട്ട് നാം ദൈവം വെച്ചാൽ നമുക്ക് 11-ാം അധ്യായം ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അവിടെ പറയുന്നത് അപ്പം നാം മുറുക്കുന്ന അപ്പം ക്രിസ്തു അപ്പം ഒന്നാകുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. ഈ ചിന്തയാണ് നമുക്ക് ഉണ്ടായത്. കൊരിന്ത്യൻ വിശ്വാസികളുടെ അവിടെ ഭിന്നത ഉണ്ടായിരുന്നു. ഒരു അപ്പത്തിന്റെ അംശികളാണ് എന്നുള്ള ചിന്ത അവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ വിഷയത്തോടും ഇവിടെ പറയുന്ന വിഷയം എന്താ? വിഗ്രഹാരാധനയും വിഗ്രഹാർപ്പിതവും. ഈ കാര്യത്തിലും ഒരേ അപ്പത്തിന്റെ അംശികളായിരിക്കുന്ന അവർക്ക് വിഭിന്നമായിരിക്കുന്ന ചിന്താഗതികളും വിഭിന്നമായിരിക്കുന്ന ജീവിത രീതികളുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും. നാം ഒരു ശരീരമാകും. ക്രിസ്തു എന്ന തല ഉള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനി നാം വായിക്കുന്നുണ്ടല്ലോ. ക്രിസ്ലേഖനം 1-ാം അധ്യായത്തില് വാക്യങ്ങളോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ക്രിസ്ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം 23-ാമത്തെ വാക്യം, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വേറെ വാക്യം നാം വായിക്കുന്ന ക്രിസ്തു തലയോളം നാം വളരണം. ക്രിസ്തുവാണ് നമ്മുടെ തല, തലയുടെ ശരീരമാണ് നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭ. ഈ ശരീരം ഒന്നേ ഉള്ളൂ, തലയും ഒന്നേ ഉള്ളൂ. പ്രാദേശിക സഭകള് അനേകായിരം ലോകത്തിലുള്ളപ്പോൾ തന്നെ സാർവത്രിക സഭ എന്നുള്ളത് യൂണിവേഴ്സൽ ചർച്ച്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സഭയാണ്. ആ ഒരു സഭയുടെ പ്രോസെക്ഷനാണ് അല്ലെങ്കിൽ അതിന്റെ പരിച്ഛേദനമാണ് ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാദേശിക സഭ കർത്താവിന്റെ ഏക ശരീരമാണ്. ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളായിട്ട് നാം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 18-ാമത്തെ വാക്യം, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും. നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്താഗതി ഇതാണ്. ഞാൻ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഒരു സഭയിൽ 40 വിശ്വാസികളുണ്ടെങ്കിൽ ഇവരെല്ലാം കർത്താവ് എന്ന തലയുമായി അല്ലെങ്കിൽ ചേർന്നിരിക്കേണ്ട ഏക ശരീരമാണെന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ധരിക്കേണ്ടത് ആവശ്യമാണ്. ആ ചിന്ത മറ്റു പലതിനും നമ്മെ സഹായിക്കുന്നതാണ്. കൂട്ടു സഹോദരനെ കരുതുവാൻ നമ്മെ സഹായിക്കും. നമ്മുടെ ആ പാടുകളൊക്കെ നാം വരും. നമ്മുടെ കൂട്ടു സഹോദരൻ നമ്മുടെ അവയവമാണ്. അല്ലെങ്കിൽ നാമായി കൈക്ക്
ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ നോക്കിയിട്ടല്ലോ പറഞ്ഞത്. 12 അതിന് 12 11-ാമത്തെ വാക്യം. പുത്രന്മാരോ യവനന്മാരോ ദാസന്മാരോ സോദരന്മാരോ നാം എല്ലാവരും ഏകശരീരമാറുമാറ് ഒരേ ആത്മാവ് സ്നാനമേറ്റു എല്ലാവരും ഏകശരീരമാറുമാറ്. 14-ാമത്തെ വാക്യം. ശരീരം ഒരവയവമല്ല പലതത്രേ. ഞാൻ കൈയല്ലായിക്കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായിക്കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായ ശ്രവണങ്ങളുടെ മുഴുവൻ ശ്രവണമായ ഘ്രാണങ്ങളുടെ ദൈവം തന്നെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അപ്പൊ ഒരു ശരീരമേ ഉള്ളൂ, അതിന് പല അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റെതായിരിക്കുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികളുണ്ട്. 19-ാമത്തെ വാക്യം. സകലം ഒരവയവമെങ്കിൽ ശരീരം എവിടെ, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമായിട്ട് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ക്ലിയർ ആയിരിക്കുന്ന ഭാഗമായി ഇവിടെ നാം കാണണം. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ എന്നുള്ള നിലയ്ക്ക് കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരേപോലെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഒരു സഭയിലെ എല്ലാ വിശ്വാസികളും ഒരേപോലെ സഭയ്ക്ക് ആവശ്യമുള്ളവരാണ്. 25-ാമത്തെ വാക്യം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്ത്. ശരീരത്തിൽ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൽ മാനം കുറഞ്ഞവെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മൾ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. ഒരാണ് പോലും, ഒരു വിശ്വാസി പോലും ഒരു സഭയില് അനാവശ്യമായിട്ട് ദൈവമാക്കിയിട്ടില്ല. ഓരോ അവയവത്തിനും കൃപാവരനോടുള്ള മന്ത്രത്തിൽ നാം ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ഓരോ അവയവങ്ങളെയും ദൈവം ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. കൈക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമല്ല കാലിനുള്ളത്. ഓരോ അവയവങ്ങളെയും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അവയവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ മാത്രമാണ് ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായത്. ഒരു ശരീരത്തിന്റെ പ്രവർത്തനം നന്നായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ എല്ലാ അവയവങ്ങളും അതിൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. കാലിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല കൈ നിർവഹിക്കാൻ പോയാൽ ശരിയാണ്. നമുക്കറിയാമല്ലോ, വളരെ 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 വ്യക്തമായിട്ടും വളരെ ക്ലിയർ ആയിട്ടുമാണ് ആ ഭാഗം 12-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വീണ്ടും മടങ്ങി വരാൻ നമ്മുടെ അവസാനിപ്പിക്കാം. അപ്പൊ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ ആവശ്യമുള്ളാകുന്നത്. നാം ഈ ഭാഗത്ത് ഇന്ന് മനസ്സിലാക്കിയ പ്രധാനമായിട്ടുള്ള കാര്യം, ഇരു തോണിയിൽ കാല് വെക്കുവാനായിട്ട് പാടില്ല. നാം വിട്ടുപോകുന്നതിലേക്ക് നാം മടങ്ങിപ്പോകുവാനായിട്ട് പാടില്ല. കർത്താവിന് കോപം വരുത്തുന്നവരായിട്ട് ഒരിക്കലും നാം ആകുവാനായിട്ട് പാടില്ല. ഇസ്രായേലിന്റെ അനുഭവങ്ങൾ, ഇസ്രായേൽ കടന്നുപോയതായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് നൽകിയിരിക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കി പരാജയങ്ങൾ, ഈ വേദപുസ്തകത്തിൽ നാം കാണുന്ന അനേകത്തെ പരാജയങ്ങൾ, ഇസ്രായേലിന്റെ പരാജയങ്ങളൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ദൈവം നൽകിയിരിക്കുക. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പുറപ്പെടുത്തിക്കണം. നാം ഇവരെക്കാൾ ഒന്നും വിശേഷിച്ചവരല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം ഇവരെക്കാൾ മോശമായിട്ട് പലപ്പോഴും നാം പെരുമാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തക്കമാണ്, ദൈവത്തോടൊപ്പം ഈ ലോകത്തെ ഈ പിശാചിനെ ജയിക്കുവാൻ തക്കമാണ് നമുക്ക് ഓരോ ദിവസവും സാധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം എല്ലാ കാര്യങ്ങളും ഇത്രമാത്രം നമ്മുടെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തയുള്ളത് വേറെ ആരുമില്ല. ദൈവം തന്നെ അത്രമാത്രം ചിന്തയുള്ളവർ. അതുകൊണ്ടാണല്ലോ പരീക്ഷ അനുവദിക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷയുടെ പോക്ക് വഴി നൽകുന്നു. മാത്രമല്ല വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് നമ്മെ നിർത്തുവാനുള്ള കഴിവുണ്ട്. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ സൂക്ഷിക്കണമെന്ന് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നാം ദൈവത്തോട് കൂടെയാണോ? നാം ചിന്തിച്ച് നോക്കുക.
ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവം നമ്മളെ സഹായിക്കും.